Good morning. Good morning. ഇവിടെ എല്ലാവരും ഇല്ലേ ഇവിടെ? ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്തതൊക്കെ വായിച്ചു നോക്കിയില്ലേ നിങ്ങള്? കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോണം കേട്ടോ. ക്ലാസ്സുകൾ എടുക്കുന്നത് അന്നത് തന്നെ നിങ്ങൾ വായിച്ചു വെക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ എവിടെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് അല്ലെ? റിക്രൂട്ട്മെന്റ് സോഴ്സസ്, ഇന്റേണൽ സോഴ്സസും എക്സ്റ്റേണൽ സോഴ്സസും. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയാണ് മെറിറ്റ്സ് പറഞ്ഞു അല്ലെ? മെറിറ്റ്സ് ഓഫ് ഇന്റേണൽ സോഴ്സസ് അത്രയല്ലേ കംപ്ലീറ്റ് ചെയ്തത്? 4 മെറിറ്റ്സുകള്. മെറിറ്റ്സ് 4 പോയിന്റ്സ് വരെയല്ലേ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ? കംപ്ലീറ്റ് ആക്കി അല്ലേ മെറിറ്റ്സ്? യെസ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡീമെറിറ്റ്സ് ഓഫ് ഇന്റേണൽ സോഴ്സസ്. എന്തൊക്കെയാണ് ഡീമെറിറ്റ്സ്? ഇന്റേണൽ സോഴ്സസ്. അപ്പോ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റേണൽ സോഴ്സ് എന്താ? ഓർഗനൈസേഷൻ ക്യാൻ ഫുൾഫിൽ ദ ജോബ് പൊസിഷൻ ഫ്രം ഇൻസൈഡ് അല്ലെ? ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്ന് തന്നെ എന്താ ജോബ് പൊസിഷൻ അവര് ഫില്ല് ചെയ്യുന്നു, ഓർഗനൈസേഷൻ ഫില്ല് ചെയ്യുന്നു. ഓർ എക്സിസ്റ്റിംഗ് വർക്ക് ഫോഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനിൽ നിലവിലുള്ള വർക്ക് ഫോഴ്സ് അല്ലെ, എംപ്ലോയീസിനെ അവര് പുതിയ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്തും അല്ലെങ്കിൽ പ്രൊമോഷൻ, ട്രാൻസ്ഫർ അങ്ങനെയുള്ളതൊക്കെ കൊടുത്താണെങ്കിലും എങ്ങനെയാണ് ആ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള എംപ്ലോയീസിനെ കൊണ്ട് തന്നെ അല്ലെ? എക്സിസ്റ്റിംഗ് വർക്ക് ഫോഴ്സ്. അതാണ് ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള എംപ്ലോയീസിനെ കൊണ്ട് തന്നെ ആ ജോബ് പൊസിഷൻ ഫില്ല് ചെയ്യും. ക്ലിയർ അല്ലേ അത്? ഓർഗനൈസേഷൻ ക്യാൻ ഫുൾഫിൽ ദ ജോബ് പൊസിഷൻ ഫ്രം ഇൻസൈഡ്. ഓർഗനൈസേഷന്റെ ഇൻസൈഡ് ചെയ്ത് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് വർക്ക് ഫോഴ്സിനെ കൊണ്ട് തന്നെ ആ ഗ്യാപ്പ്, ആ പൊസിഷൻ ഫില്ല് ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്? മെറിറ്റ് നമ്മൾ പറഞ്ഞു, ഗുണങ്ങൾ പറഞ്ഞു അല്ലെ? ഇനി എന്താണ്? അങ്ങനെ നമ്മൾ ഒരു റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ ഉള്ളിൽ തന്നെയുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ അതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഡീമെറിറ്റ്സ് മറ്റേതൊക്കെ? Demerits of internal sources of recruitment are as follows. 4 points ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് ഡീമെറിറ്റ്സ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ആണ് റെസ്ട്രിക്റ്റഡ് ചോയ്സ്. റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? നിയന്ത്രിതമായ ചോയ്സ്. ഒരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലെ? ഒത്തിരി എംപ്ലോയീസിൽ ആ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനെ തന്നെയാണ് അവര് സെലക്ട് ചെയ്യുന്നത് ആ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് എന്തുണ്ട്? ലിമിറ്റേഷൻ ഉണ്ട്. ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ഈസ് ലിമിറ്റഡ് ഇൻ സ്കോപ്പ്. ഇറ്റ് ലിമിറ്റ് ദ ഓൾട്ടർനേറ്റീവ്സ്. ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ മറ്റു മാർഗങ്ങള്, റിക്രൂട്ട്മെന്റിനുള്ള മറ്റു മാർഗങ്ങള്, ഓൾട്ടർനേറ്റീവ്സ് ഇതര മാർഗങ്ങള്. And the freedom of the firm in selecting the most appropriate candidate for the vacancy. ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ ഓർഗനൈസേഷന് എന്ത് ചെയ്യുന്നു? അതിന്റെ ഫ്രീഡത്തെ ലിമിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ള മാർഗത്തെ ലിമിറ്റ് ചെയ്യുന്നു. അതായത് ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ഒരു 100 എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ 100 എംപ്ലോയീസിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഒരു ലിമിറ്റേഷൻ അല്ലേ? എക്സ്റ്റേണൽ ആണെങ്കിൽ നമുക്ക് ഒത്തിരി ആളുകളിൽ നിന്ന് നമുക്കത് റിക്രൂട്ട് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. ആ ഡിഫറൻസ് മനസ്സിലായില്ലേ? അപ്പൊ എന്താണ് ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞേക്കുന്നത്? ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ക്ലിയർ ആയോ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്? അതായത് ഒരു വേക്കൻസിയിലേക്ക് അനുയോജ്യമായ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനുള്ള ഓർഗനൈസേഷന്റെ സ്വാതന്ത്ര്യത്തെയും മറ്റു മാർഗങ്ങളെയും അത് പരിമിതപ്പെടുത്തുന്നു. ബിക്കോസ് ഓഫ് ദാറ്റ് ദ കമ്പനി മേ നോട്ട് ബി ഏബിൾ ടു സെലക്ട് ദ ബെസ്റ്റ് ഓപ്ഷൻ അവൈലബിൾ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. എന്താ സംഭവിക്കുന്ന? ബിക്കോസ് ഓഫ് ദ കമ്പനി മേ നോട്ട് ബി ഏബിൾ ടു സെലക്ട്. ആ കമ്പനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല നല്ല ഓപ്ഷൻ. ചിലപ്പോ പുറത്ത്
പുറത്ത് ചിലപ്പോൾ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ എന്താ, പുറത്തേക്ക് അവര് എന്താ പറയാ, ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ പുറമെയുള്ള ആളുകളെ ഒന്നും പരിഗണിക്കുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ ഔട്ട്സൈഡില് നല്ല എന്താ പറയാ, എക്സ്പീരിയൻസ് ഉള്ള അങ്ങനെ നല്ല ആളുകൾ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ ആ കമ്പനിക്ക് പറ്റില്ല. ക്ലിയർ ആയോ? കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബെസ്റ്റ് ഓപ്ഷൻ, പുറമെയുള്ള ബെസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻസ്. രണ്ടാമത്തെ നോക്കിയേ, ഇൻബ്രീഡിങ്. ഇൻബ്രീഡിങ് ഒന്നാമത്തെ പോയിന്റ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? രണ്ട് കാര്യം നമ്മൾ പറഞ്ഞത് അവിടെ. എന്താണ്? ഓർഗനൈസേഷന് ആ പുറമെ വേക്കൻസി ഫില്ല് ചെയ്യാൻ അനുയോജ്യമായ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന ഫ്രീഡം, അതിന്റെ സ്വാതന്ത്ര്യത്തെയും മറ്റു മാർഗത്തെയും അത് പരിമിതപ്പെടുത്തുന്നു. കൂടാതെ എന്താണ് പറഞ്ഞേക്കുന്നത്? കമ്പനിക്ക് നല്ല ഔട്ട്സൈഡിലുള്ള ബെസ്റ്റ് ഓപ്ഷൻ, അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, കമ്പനിക്ക് പറ്റുന്നില്ല. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഫസ്റ്റ് പോയിന്റ്. അടുത്ത നോക്കിയേ, ഇൻബ്രീഡിങ്. ഇൻബ്രീഡിങ് ഇൻബ്രീഡിങ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ തന്നെ, ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ. ഓക്കെ, ടു മച്ച് ഡിപ്പെൻഡ്സ് ഓഫ് ദ കമ്പനി ഓൺ ഇന്റേണൽ റിക്രൂട്ട്മെന്റ് സിഗ്നിഫൈസ് ദാറ്റ് ദ കമ്പനി ഈസ് നോട്ട് ലുക്കിംഗ് ടു ഹിയർ എന്ന് വെച്ചാൽ നിയമിക്കുക, HIRE, ന്യൂ ആപ്ലിക്കൻസ് ഫ്രം ഔട്ട്സൈഡ്. എന്താ പറഞ്ഞേക്കുന്നത്? കമ്പനി ഇന്റേണൽ റിക്രൂട്ട്മെന്റിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നു, അമിതമായി ആശ്രയിക്കുന്നു, കണ്ടോ? ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് എന്താ കാണിക്കുന്നത്? എന്താ? പുറത്തു നിന്നുള്ള ആപ്ലിക്കേഷൻസിനെ അല്ലെങ്കിൽ ആപ്ലിക്കൻസിനെ നിയമിക്കാൻ കമ്പനി അത് ആഗ്രഹിക്കുന്നില്ല. അതല്ലേ കാണിക്കുന്നത്? ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ കമ്പനി എന്താണ്, പുറത്തുനിന്ന് ആരെയും റിക്രൂട്ട് ചെയ്യുന്നില്ല, അതല്ലേ കാണിക്കുന്നത്? അല്ലേ? ടു മച്ച് ഡിപ്പെൻഡ്സ് ഓഫ് ദ കമ്പനി ഓൺ ഇന്റേണൽ റിക്രൂട്ട്മെന്റ് സിഗ്നിഫൈസ് ദാറ്റ് ദ കമ്പനി ഈസ് നോട്ട് ലുക്കിംഗ് ടു ഹിയർ ന്യൂ ആപ്ലിക്കൻസ് ഫ്രം ഔട്ട്സൈഡ്. അതെന്താ സൂചിപ്പിക്കുന്നത്? കമ്പനി പുറമെയുള്ള ആപ്ലിക്കൻസിനെ നിയമിക്കാനായിട്ട്, അല്ലെ, അല്ലെങ്കിൽ അവിടെ നോക്കുന്നില്ല അവര്. പുറത്ത് ബെസ്റ്റ് കാൻഡിഡേറ്റ്സ് ഉണ്ടോ അതൊന്നും നോക്കുന്നില്ല അവര്. എന്താണ്? ഉള്ളിൽ നിന്ന് തന്നെയാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പൊ പുതിയ ആപ്ലിക്കൻസിനെ നിയമിക്കാൻ കമ്പനി ആഗ്രഹിക്കുന്നില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. എക്സിസ്റ്റിംഗ് എംപ്ലോയി മേ ലാക്ക് ഡൈനാമിസം. ഇനി നിലവിലുള്ള എംപ്ലോയീസിന് എന്താ? ഒരു ചലനാത്മകത കുറവാണ്. ഡൈനാമിസം, ചലനാത്മകത. അതായത് നോക്കിയേ, even if they are promoted or transferred, they may continue to work and behave in a similar way as that of the previous post. അതായത് ഇപ്പൊ നമ്മൾ പുതിയ ഒരാളെ നിയമിക്കുകയാണെങ്കിൽ നമുക്ക് ആള് ആ കമ്പനിയിൽ ആദ്യമായിട്ട് വരുന്നതാണ്. അപ്പൊ എന്താ, പുതിയ കാര്യങ്ങള് അദ്ദേഹം വേഗം വേഗം ചെയ്യും, ഇതൊക്കെ ചെയ്യും. എന്നാൽ നിലവിൽ അവിടെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെ തന്നെ നമ്മൾ ഒരു പ്രൊമോഷനോ ട്രാൻസ്ഫറോ കൊടുത്ത് വേറൊരു ജോലിയിലേക്ക് മാറ്റി. അപ്പൊ അവര് ആ വർക്ക് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അവര് പഴയ അവരുടെ ഫോളോ ചെയ്ത രീതിയും കാര്യങ്ങളില്ലേ, അങ്ങനെ ആ പ്രീവിയസ് പോസ്റ്റിലെ പോലെയുള്ള ബിഹേവിയർ അതാണ് അവര് എന്താ പറയാ ചെയ്യാൻ നോക്കുന്നത് എന്നാണ്. എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് ഒരു മാറ്റം ലഭിച്ചാലും സ്ഥാനക്കയറ്റം ലഭിച്ചാലും അവരെന്ത് ചെയ്യുന്നു? അവരുടെ ജോലി, പ്രീവിയസ് ജോലിയില്ലേ, അത് കണ്ടിന്യൂസ് ആയിട്ട് തുടരുകയും ആ പ്രീവിയസ് പോസ്റ്റിനെ പോലെ പെരുമാറുകയും ചെയ്തു. അപ്പൊ അതിന് മുന്നേ എന്തായിരുന്നു പോസ്റ്റ്? ആ പോസ്റ്റിനെ പോലെ തന്നെ പെട്ടെന്ന് അവർ ഇത് മാറുന്നില്ല. അതായത് ആ പോസ്റ്റിനെ പോലെ തന്നെ, ആ പോസ്റ്റിന് എന്താ ചെയ്തത് അതുപോലെയൊക്കെ തന്നെ അവർ പെരുമാറുന്നു. അതായത് ഇപ്പൊ മാനേജറിനെ, ഒരു സീനിയർ മാനേജർ എന്നുള്ളൊരു പൊസിഷനിലേക്ക് അവരുടെ ഒരു പ്രൊമോഷൻ വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ, പ്രീവിയസ് പോസ്റ്റ് ചെയ്തിരുന്ന ആ മാനേജർ ചെയ്തിരുന്ന ജോലി തന്നെ അയാൾ അവിടെയും ചെയ്യുന്നു. അതാണ് ഇൻബ്രീഡിങ് ആ ഒരു നമ്മുടെ അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ ആയിട്ടാണ് പറയുന്നത്. ക്ലിയർ ആയോ? അത് രണ്ടാമത്തെ പോയിന്റ്. എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ആകുമ്പോൾ അവർക്ക് എന്താ പറയാ, പഴയതിൽ നിന്ന് തന്നെ പെട്ടെന്ന് മാറാൻ പറ്റൂലെന്ന്. അവര് പുതിയൊരു പ്രൊമോഷൻ ഒക്കെ കൊടുത്ത പുതിയ പൊസിഷനിലേക്ക് ആക്കിയാലും അവർ ആ പഴയ പോസ്റ്റിലെ പോലെ തന്നെ പെരുമാറും. ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ് ലിമിറ്റേഷൻ. എന്ത് പറ്റി?
നബീല നബീല അവിടെ ആരെങ്കിലും ഒക്കെ കമ്പിട്ടാലാട്ടോ എനിക്ക് പെട്ടെന്ന് അടുത്തയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് എളുപ്പമുള്ള പോർഷൻസ് ആണ്, നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് കിട്ടുന്നതാണ്. നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇതിലെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇതിലിപ്പോ അധികം അണ്ടർലൈൻ ചെയ്യാനുള്ള ആയിട്ടില്ല, അധികം പോർട്സ് വായിക്കുമ്പോ അറിയാലോ. അത് വേണമെങ്കിൽ രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. എക്സിസ്റ്റിംഗ് എംപ്ലോയി മേ ലാക്ക് ഡൈനാമിസം. അപ്പൊ അതിനകത്ത് റെസ്ട്രിക്റ്റഡ് ചോയ്സ് എന്നുള്ളതിൽ രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഇറ്റ് ലിമിറ്റ് ദ ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് ദ ഫ്രീഡം ഓഫ് ദ firm in selecting the most appropriate candidates for the vacancies. ആ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തു. ഇനി നോക്കി നെക്സ്റ്റ് മൂന്നാമത്തെ എന്താ? ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻസ്. കോമ്പറ്റീഷൻസിന്റെ ആബ്സെൻസ്, കോമ്പറ്റീഷന്റെ ആവശ്യമില്ല. നോക്കി എന്താ? എംപ്ലോയീസ് പോസിബിലിറ്റി അസ്യൂം ആൻഡ് ഓട്ടോമാറ്റിക് പ്രൊമോഷൻ ഓൺ ദ ബേസിസ് ഓഫ് സീനിയോറിറ്റി. കണ്ടോ, സീനിയോറിറ്റിയുടെ ബേസിൽ അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രൊമോഷൻ വരികയാണ്. അപ്പൊ അവർക്ക് എന്താണ്, ഒരു കോമ്പറ്റീഷന്റെ ആവശ്യമില്ല. കണ്ടോ, as there is a lack of competition from competent candidates present outside, then therefore they may have no desire to prove them again and again. കണ്ടോ, അവർക്ക് എന്താ, വീണ്ടും വീണ്ടും ഡിസയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആഗ്രഹിക്കുക. അവരുടെ വീണ്ടും വീണ്ടും അവരുടെ ആ ഒരു ജോലിയില് അല്ലെങ്കിൽ ആ കൂടുതൽ ഇംപ്രൂവ്മെന്റോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അവർക്ക് വേണ്ട. അല്ലെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ എന്താണ്, സീനിയോറിറ്റിയുടെ അനുസരിച്ച് പ്രൊമോഷൻ കിട്ടും. അപ്പൊ പിന്നെ കോമ്പറ്റീഷന്റെ ആവശ്യമുണ്ടോ? കോമ്പറ്റീഷന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? പുറത്തുനിന്നൊന്നും അവരെ റിക്രൂട്ട് ചെയ്യുന്നില്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് വേറെ ആരുമായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ പുറത്തു നിന്നുള്ള അതിന് യോഗ്യതയുള്ള കാൻഡിഡേറ്റ്സ് അവരിൽ നിന്ന് കോമ്പറ്റീഷന്റെ അഭാവം ഉണ്ട്. എന്ന് വെച്ചാൽ വേറെ ആരുമായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓർഗനൈസേഷനിലുള്ളവർ തന്നെ ഇപ്പൊ 10 വർഷം കൂടുമ്പോ അവർക്ക് പ്രൊമോഷൻ കിട്ടുമെങ്കിൽ എന്താ അവർക്ക് അറിയാം അല്ലെ? 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നെക്സ്റ്റ് ആ ഒരു സീനിയോറിറ്റി ആയി അവിടെ. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് പുതിയ ഓട്ടോമാറ്റിക് പ്രൊമോഷൻ ആണ് അല്ലെ? 10 വർഷം കഴിഞ്ഞ് എല്ലാവർക്കും പ്രൊമോഷൻ കിട്ടും. പിന്നെ അവർക്കിടയിലൊന്നും ഒരു കോമ്പറ്റീഷന്റെ ഒന്നും ആവശ്യമില്ല. കണ്ടോ, സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഓട്ടോമാറ്റിക് പ്രൊമോഷൻ ലഭിക്കാൻ അവർക്ക് സാധ്യതയുണ്ട്. അതിനാൽ അവർക്ക് വീണ്ടും വീണ്ടും അവർക്ക് വർക്കിൽ ഇംപ്രൂവ്മെന്റോ അല്ലെങ്കിൽ വർക്കൊന്നും വലിയ ഇതായിട്ടൊന്നും വേണ്ട. മനസ്സിലായില്ലേ? ഉണ്ടോ? അപ്പൊ അതുകൊണ്ട് കോമ്പറ്റീഷൻസ് അവർക്ക് കുറവായിരിക്കും. കാരണം എന്തുകൊണ്ടാ അവർക്കറിയാം എങ്ങനെയാ പ്രൊമോഷൻ കൊടുക്കണേ. സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് പ്രൊമോഷൻ കൊടുക്കണേന്ന് അവർക്കറിയാം. ക്ലിയർ ആയില്ലേ? അവർക്കറിയാം 10 വർഷം കൂടുമ്പോ എന്തായാലും പ്രൊമോഷൻ കിട്ടുമെന്ന്. അപ്പൊ മറ്റുള്ള ആരുമായിട്ടോ അല്ലെങ്കിൽ ഔട്ട്സൈഡിലുള്ള കാൻഡിഡേറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലുള്ളവരായിട്ട് തന്നെ ഒരു കോമ്പറ്റീഷന്റെ ഒന്നും ആവശ്യമില്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് അവർക്ക് വർക്കിലോ ഇതൊന്നും വീണ്ടും അവർക്ക് എന്താ ഒരു ഇംപ്രൂവ്മെന്റോ അല്ലെങ്കിൽ അവർക്ക് അത് തെളിയിക്കേണ്ട കാര്യമില്ല. ക്ലിയർ ആയോ? സീനിയോറിറ്റിയുടെ ബേസിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ പ്രൊമോഷൻ കിട്ടും. അപ്പൊ കോമ്പറ്റീഷന്റെ ആബ്സെൻസ്. അടുത്ത പോയിന്റ് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ സംഘർഷം. എന്താ പറയുന്നേ? നോക്കിയേ, ചാൻസ് ഓഫ് കോൺഫ്ലിക്റ്റ് and hostility among employees who aspire for promotion to the available vacancies may increase. എന്താ പറഞ്ഞേക്കുന്നേ? ഇവിടെ നമുക്ക് അവിടെ ലഭ്യമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഒരു പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന എംപ്ലോയീസിനിടയിൽ എന്തിന് കാരണമുണ്ട്? ഒരു കോൺഫ്ലിക്റ്റ്, ഒരു സംഘർഷത്തിനും ഒരു ശത്രുതയ്ക്കും ഉള്ള സാധ്യത വർദ്ധിപ്പിക്കാം. എന്താ പറഞ്ഞേക്കുന്നേ? ഉണ്ടോ? എന്താ പറഞ്ഞേക്കുന്നത്? ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ആണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമ്മളെല്ലാവരും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ എന്താണ്, അവിടെ ഈ നമുക്കിപ്പോ എല്ലാവർക്കും ഒരുപോലെ കിട്ടണമെന്നില്ല അല്ലെ? പ്രൊമോഷൻ ഇതാവണമെന്നില്ല. അപ്പൊ ഇപ്പൊ ഞാനും അനുവും ഒപ്പം കയറിയതാണ് ജോലിയില്. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരു 10 വർഷത്തേതായി. പക്ഷെ അനുവിന് പ്രൊമോഷൻ കിട്ടി. അപ്പൊ എനിക്കൊരു ചെറിയൊരു അസൂയ അനുവിനോട് വരൂലേ? നമ്മൾ ഒരുമിച്ച് ഒരേപോലെ ജോലിക്ക് കയറി ഒരു ഡേറ്റ് ജോയിൻ ചെയ്ത ആൾക്കാരാണ്. രണ്ടുപേർക്കും ഒപ്പം സീനിയോറിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ അനുവിന് മാത്രം പ്രൊമോഷൻ കിട്ടി, എനിക്ക് കിട്ടാതിരിക്കുമ്പോ അവർക്കിടയിൽ ഒരു എന്താ പറയാ, ഒരു അടിയിടിയൊക്കെ വരാൻ സാധ്യതയില്ലേ? ഒരു ശത്രുത, എനിക്കൊരു ചെറിയൊരു ഇത് തോന്നും. ക്ലിയർ ആയോ?
ഒരു ശത്രുതയ്ക്കും അല്ലെങ്കിൽ എന്താ സംഘർഷത്തിനും ഒക്കെ ഒരു സാധ്യതയുണ്ട്. ഹോസ്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ വിരോധം, ശത്രുത അല്ലെങ്കിൽ വിരോധം. സംഘർഷം, കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ സംഘർഷം. അവർക്കിടയിൽ എന്താ ഒരു സംഘർഷത്തിനും ശത്രുതയ്ക്കും ഒക്കെ ഒരു ചാൻസ് ഉണ്ട്. The efficiency of those who are not promoted is eliminated and they become dissatisfied. കണ്ടോ? അതായത് അതേ ക്വാളിഫിക്കേഷൻ ഉള്ള എലിജിബിൾ ആയിട്ടുള്ള ആളുകളെ ആ പോസ്റ്റില് നിയമിക്കാതെ ആകുമ്പോൾ എന്താവും? നമ്മള് ഡിസാറ്റിസ്ഫൈഡ് ആവും. സ്വാഭാവികമല്ലേ? ഞാനും ആൻസിയും ഒരേ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ്, ഒരേ ക്വാളിഫിക്കേഷനിലുള്ളവരാണ്, എക്സ്പീരിയൻസ് സെയിം ആണ്, ഞങ്ങൾ പഠിച്ചത് സെയിം ആണ്, ഓർഗനൈസേഷനിൽ ഞങ്ങൾ ജോയിൻ ചെയ്തതും രണ്ടുപേരും ഒരേ ദിവസം ജോയിൻ ചെയ്തത്. പക്ഷെ അവിടെ ആൻസിക്ക് മാത്രം പ്രൊമോഷൻ കിട്ടുമ്പോൾ എന്താ, എനിക്ക് ഓൾറെഡി എനിക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ വരുമല്ലേ? മനുഷ്യരല്ലേ നമ്മള്? അല്ലെങ്കിൽ രണ്ടുപേർക്കും കൊടുക്കണമായിരുന്നു അല്ലേ? അതാണ് ഒരു സംഘർഷത്തിനുള്ള ഒരു ചാൻസ് ഉണ്ട്. ക്ലിയർ ആവണല്ലേ പോയിന്റ്സുകൾ പറയണേ? ഞാൻ ഇത് പെട്ടെന്ന് നിങ്ങളുടെ മെമ്മറിയിലേക്ക് വരാൻ വേണ്ടി കേട്ടോ, എനിക്ക് വായിക്കിട്ടുള്ള എക്സാമ്പിളുകളൊക്കെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു തന്നെ. അപ്പൊ കുറച്ചും കൂടി നമ്മൾ അങ്ങനെ ഒന്ന് കമ്പയർ ചെയ്ത് കൂടി പറയുമ്പോൾ നമുക്ക് എന്തായാലും നിങ്ങൾ ഇത് വായിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു എക്സാമ്പിൾ എങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വരും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു എന്താണ് നമ്മൾ അവിടെ ഉദ്ദേശിച്ചേക്കണേന്നുള്ളത് മനസ്സിലാക്കാം. എന്താണ് അപ്പൊ പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന ഒരേ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ ഇടയിൽ എന്തുണ്ടാകാം? ഒരാൾക്ക് മാത്രം പ്രൊമോഷൻ കൊടുക്കുമ്പോൾ അവർക്കിടയിൽ ശത്രുതയ്ക്കും വിരോധത്തിനും ഒക്കെ കാരണമാകാം. അപ്പൊ അതേ ക്വാളിഫിക്കേഷനിൽ എലിജിബിൾ ആയിട്ടുള്ള ആളുകളെ ആ പോസ്റ്റിൽ നിയമിക്കാതെ വരുമ്പോൾ എന്താകും? സ്വാഭാവികമായിട്ടും അവര് അസംതൃപ്തരാകാം. ഓക്കെ, ഇനി അപ്പൊ അത്രയും 4 പോയിന്റ്സ് ആണ് അതിന്റെ ഡീമെറിറ്റ്സ് പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ്? ചോയ്സ് നിയന്ത്രിതമാണ്, ഇൻബ്രീഡിങ് അകത്ത് നിന്ന് തന്നെയാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്, കോമ്പറ്റീഷന്റെ ആവശ്യമില്ല, കോൺഫ്ലിക്റ്റ് അവർക്കിടയിൽ സംഘർഷം ഉണ്ടാകുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് എക്സ്റ്റേണൽ സോഴ്സസ്. എക്സ്റ്റേണൽ സോഴ്സസ് നമുക്കറിയാം. എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓർഗനൈസേഷൻ ക്യാൻ ഫുൾഫിൽ ദ ജോബ് പൊസിഷൻ ഫ്രം ഔട്ട്സൈഡ്. പുറമേ നിന്നാണ് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടത് ഓർഗനൈസേഷൻ ക്യാൻ ഫുൾഫിൽ ദ ജോബ് പൊസിഷൻ ഫ്രം ഔട്ട്സൈഡ് ത്രൂ ദ ഫോളോയിങ് മെത്തേഡ്സ്. അങ്ങനെ പുറമേ നിന്ന് കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട്മെന്റ് നടത്തുന്നതിന് കുറെ മെത്തേഡുകളുണ്ട്. അവിടെ എത്ര CD 4 മൂന്നെണ്ണാണ് അവിടെ പറഞ്ഞേക്കണേ കേട്ടോ. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്, തേർഡ് പാർട്ടി മെത്തേഡ്. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ക്യാൻ ഫുൾഫിൽ ദ ജോബ് പൊസിഷൻ ഫ്രം ഔട്ട്സൈഡ് അല്ലെ? ഓർഗനൈസേഷനിൽ നിന്ന്, ആ ഓർഗനൈസേഷനിൽ നിന്ന് പുറമേ നിന്നാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ആ ഒരു സ്ഥാപനത്തിലുള്ള എംപ്ലോയീസിൽ നിന്നല്ല, പുറമേ നിന്നാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അതാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അത് പല മെത്തേഡുകളുണ്ട്. അതിനകത്ത് ഒന്നാമത്തതാണ് ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നേരെ സെലക്ട് ചെയ്യും. ആ പേരിൽ നിന്ന് തന്നെ അറിയാലോ, ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നേരെ സെലക്ട് ചെയ്യാണ്. ഇൻ ദിസ് മെത്തേഡ് ദ റിക്രൂട്ടേഴ്സ് ആർ സെന്റ് ടു എഡ്യൂക്കേഷണൽ ആൻഡ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്ത് ചെയ്യുന്നു? റിക്രൂട്ടേഴ്സിനെ എഡ്യൂക്കേഷണൽ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അയക്കും. അതാ എന്താ പറയാ, റിക്രൂട്ട് ചെയ്യുന്ന ആള്, അതാണ് റിക്രൂട്ടർ എന്ന് പറയുന്നത് അല്ലെ? അവരെ ഒരു എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനങ്ങളിലേക്ക് അയക്കും. Okay, in order to build a public contact and exhibits. എന്താ പബ്ലിക് കോണ്ടാക്ട്? അപ്പൊ പൊതുവായിട്ട് ആ സ്ഥാപനത്തിലുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള അവരുമായിട്ട് ഒരു കോണ്ടാക്ട് വരും അല്ലെ? അവിടുത്തെ കാൻഡിഡേറ്റ്സുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരികയാണ്. അത് ഒരു കോണ്ടാക്ട് വരുന്നു. ബിൽഡ് പബ്ലിക് കോണ്ടാക്ട് ആൻഡ് എക്സിബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ പ്രദർശിപ്പിക്കുക. വേരിയസ് ഡയറക്റ്റ് മെത്തേഡ്സ് ആർ. പല ഡയറക്റ്റ് മെത്തേഡ്സ് നിങ്ങൾക്കും അങ്ങനെ, നിങ്ങൾ പഠിച്ചപ്പോ കോളേജിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഡയറക്റ്റ് ക്യാമ്പസ് സെലക്ഷൻ എന്നൊക്കെ നമ്മൾ പറയൂലേ? അവിടെ ഓർഗനൈസേഷൻ വന്നിട്ട് കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് അവർക്കുടെ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് വിളിക്കുന്നതൊക്കെ, അതൊക്കെ ഡയറക്റ്റ് മെത്തേഡ് ആണ് കേട്ടോ.
എന്താണ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ്? റിക്രൂട്ടേഴ്സ് ആർ സെൻഡ് ടു എഡ്യൂക്കേഷണൽ ആൻഡ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഓർഡർ ടു ബിൽഡ് പബ്ലിക് കോൺടാക്ട് ആൻഡ് എക്സിബിറ്റ്സ്. ഈ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ആ റിക്രൂട്ടേഴ്സിനെ എഡ്യൂക്കേഷണൽ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അയക്കുന്നു. അതിന് നമ്മൾ 3 രീതിയാണ് പറഞ്ഞേക്കുന്നത്. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഉണ്ട്, സ്കൗട്ടിംഗ് ഉണ്ട്, റിക്രൂട്ട്മെന്റ് അറ്റ് ദ ഫാക്ടറി ഗേറ്റ്. കണ്ടോ? അപ്പൊ ഡയറക്റ്റ് മെത്തേഡിൽ വന്നേക്കുന്ന 3 കാര്യങ്ങളാണ് കേട്ടോ. അതിനകത്ത് ഫസ്റ്റ് ആണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഈസ് എ മെത്തേഡ് ഇൻ വിച്ച്, അപ്പൊ ഡയറക്റ്റ് മെത്തേഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ഏത് മെത്തേഡാണെന്ന് ചോദിക്കാം അവിടെ. ഏത് മെത്തേഡിലാണ് റിക്രൂട്ടേഴ്സിനെ നേരെ എഡ്യൂക്കേഷണൽ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് അയക്കുന്നത്? ഏത് മെത്തേഡാണത്? ഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? അണ്ടർലൈൻ ചെയ്തിട്ടാ. ഓക്കെ, ഇനി campus recruitment. Campus recruitment is a method in which recruiters visit the campus and placement cells of educational institution. ഇവിടെ എന്താ ഈ ക്യാമ്പസ് റിക്രൂട്ട്മെന്റില് റിക്രൂട്ടേഴ്സ് എന്ത് ചെയ്യുന്നു? ഈ ക്യാമ്പസുകള് അതിന്റെ പ്ലേസ്മെന്റ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്ലേസ്മെന്റ് സെല്ലുകള് അല്ലെങ്കിൽ ക്യാമ്പസ് ഒക്കെ അവര് വിസിറ്റ് ചെയ്യും. such as engineering and management college in order to get the qualified candidates. അതായത് എഞ്ചിനീയറിംഗ് കോളേജ് അവിടെ ക്യാമ്പസിൽ, മാനേജ്മെന്റ് കോളേജിലെ ക്യാമ്പസിലേക്ക് ഒക്കെ ആണെങ്കിലും എന്ത് ചെയ്യുന്നു? ഈ റിക്രൂട്ടേഴ്സ് വിസിറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? in order to get the qualified candidates. അവിടെ യോഗ്യരായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അവർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് അവരിറങ്ങി ചെല്ലുക ക്യാമ്പസിലേക്ക്. ക്യാമ്പസ് അവര് വിസിറ്റ് ചെയ്യുന്നു. റിക്രൂട്ടേഴ്സ് ഗെറ്റ് എ ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ടു ചൂസ് ഫ്രം ദ കാൻഡിഡേറ്റ്സ് can select the post which suit them from the available job position. കണ്ടോ? അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ആ ഒരു കോളേജിൽ, എഞ്ചിനീയറിംഗ് കോളേജിലുള്ള എല്ലാ കുട്ടികളും അവിടെ ക്യാമ്പസിൽ ഒത്തുകൂടും. എന്നിട്ട് റിക്രൂട്ടേഴ്സ് എന്ത് ചെയ്യുന്നു? അവിടെ ഇന്റർവ്യൂസ് ഒക്കെ നടത്തിയിട്ട് അതിൽ ഏറ്റവും സെലക്ട് ദ പോസ്റ്റ്, ആ പോസ്റ്റിന് സ്യൂട്ട് ആയിട്ടുള്ളത്, അവിടെ ആ ജോബ് പൊസിഷനിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് സ്യൂട്ട് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് നേരെ എന്ത് ചെയ്തു? തെരഞ്ഞെടുക്കും. ക്ലിയർ ആയില്ലേ ആ പോയിന്റ്സ്? അപ്പൊ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാണ് കേട്ടോ. അത് ഏത് മെത്തേഡിലാണെന്ന് ചോദിക്കും. ക്യാമ്പസ് റിക്രൂട്ട്മെന്റിലാണ്. അല്ലെങ്കിൽ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് റിക്രൂട്ടേഴ്സ് നേരെ ക്യാമ്പസിൽ പോകുന്നു. അവിടെ കുറെ കാൻഡിഡേറ്റ്സ് ഉണ്ടാവും ക്വാളിഫൈഡ് ആയിട്ടുള്ള. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ നോക്കി അവര് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്കൗട്ടിംഗ് എന്ന് പറയുന്നത്. SCOUTING, സ്കൗട്ടിംഗ്. സ്കൗട്ടിംഗ് എന്ന് വെച്ചാൽ എന്താ? is a method in which representatives are sent by the human resource department to those places where recruitment activities are going on. എന്താ? അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ റെപ്രസെന്റേറ്റീവ്സ് എന്ത് ചെയ്യുന്നു? റിക്രൂട്ട്മെന്റ് ആക്ടിവിറ്റി, പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ആ റെപ്രസെന്റേറ്റീവ്സിനെ അയക്കുന്നു. മനസ്സിലായോ? എന്താ? റിക്രൂട്ട്മെന്റ് നടക്കുന്ന ആ സ്ഥലങ്ങളിലേക്ക് അതിന്റെ റെപ്രസെന്റേറ്റീവ്സിനെ അയക്കുന്നു. ഇതുപോലെ അല്ലേ? മറ്റേത് ക്യാമ്പസുകളിലേക്കൊക്കെ ആയിരുന്നു. ഇതെവിടെയാ? റിക്രൂട്ട്മെന്റ് ആക്ടിവിറ്റീസ് എവിടെയാ നടക്കുന്നത്? ആ റിക്രൂട്ട്മെന്റ് ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് റെപ്രസെന്റേറ്റീവ്സിനെ അയക്കുന്നു. ആര്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ പ്രതിനിധികളെ, അധികം റെപ്രസെന്റേറ്റീവ്സിനെ അങ്ങോട്ട് അയക്കുന്നു. They get in contact with the prospective candidates who are searching for the job. അപ്പൊ അവിടെ ആരുണ്ട്? ജോലി അന്വേഷിച്ച് നടക്കുന്ന കാൻഡിഡേറ്റ്സ് ഇല്ലേ? അതിന് യോഗ്യരായ കാൻഡിഡേറ്റ്സ് അവിടെ ചെല്ലൂലേ? ഇങ്ങനെ റിക്രൂട്ട്മെന്റ് ഇവിടെ വെച്ച് നടത്തുന്നുണ്ട്, ഇങ്ങനെ കമ്പനിയിലേക്കുള്ള ഒരു ജോബ് റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ സെലക്ഷൻ അവിടെ നടത്തുന്നുണ്ട് പറയുമ്പോൾ അതിന് ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്, ജോലി അന്വേഷിച്ച് നടക്കുന്ന കാൻഡിഡേറ്റ്സ് സ്വാഭാവികമായിട്ട് അവരും ചെല്ലും. അപ്പൊ എന്താ പറയാ? അവിടെ നിന്ന് ആ കാൻഡിഡേറ്റ്സിനെ അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ആപ്ലിക്കൻസ് ഗോ ത്രൂ ദ ഇനിഷ്യൽ ഇന്റർവ്യൂസ്. അവരെന്ത് ചെയ്യുന്നു? ആപ്ലിക്കൻസിന് അവിടെ ഇനിഷ്യൽ ഇന്റർവ്യൂസ് നടത്തും അവിടെ വെച്ച് തന്നെ. അതായത് നോക്കിയേ, എക്സാമ്പിൾ നോക്കിയേ, ജോബ് ഫെയർ കേട്ടിട്ടില്ലേ? ജോബ് ഫെയർ കേട്ടിട്ടില്ലേ? ഇൻടോക്ക് സ്റ്റേഷൻ
INDOCTRINATION, ഇൻഡോക്ട്രിനേഷൻ എന്ന് വെച്ചാല് ഈ എന്താണ് ഈ നമ്മുടെ ബ്രെയിൻ വാഷ് എന്ന് പറയില്ലേ അത്. ഇൻഡോക്ട്രിനേഷൻ സെമിനാറുകള് കണ്ടോ, നമ്മളെ എന്താ ഉപദേശിച്ച അല്ലെങ്കിൽ നമുക്കൊരു ക്ലാസ് പോലെ സെമിനാർ തരും. അവർക്കുടെ കമ്പനിയിലെ കാര്യങ്ങളും ഇതൊക്കെ തന്നിട്ട് നമ്മളൊരു ബ്രെയിൻ വാഷ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡിന്റെ എക്സാമ്പിളാ. ആ രണ്ട് എക്സാമ്പിളും അണ്ടർലൈൻ ചെയ്തിടാം. Job fair and indoctrination seminars are some of other way of the particular method. ഈ മെത്തേഡിന്റെ പല മാർഗങ്ങളാണ്. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക, ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. അടുത്തത് നോക്കിയേ, റിക്രൂട്ട്മെന്റ് അറ്റ് ദ ഫാക്ടറി ഗേറ്റ്. എന്താണ് ഫാക്ടറി റിക്രൂട്ട്മെന്റ് എവിടെ നടത്തുന്നത്? ഫാക്ടറി ഗേറ്റിൽ. അതായത് നിങ്ങളും കണ്ടിട്ടുണ്ടോ? ഓക്കെ, എന്താ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. ഇതൊരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് രീതിയാണ്. In which a notice is posted outside the factory gate. ആ ഫാക്ടറി ഗേറ്റിന് മുന്നിൽ എന്ത് വെക്കും? അവിടെ ഒരു നോട്ടീസ് പോസ്റ്റ് ചെയ്യും. ഇന്ന ജോലിയിലേക്ക് ഒഴിവുണ്ട്, അതുകൊണ്ട് ഇന്ന ക്വാളിഫിക്കേഷനുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ ഇവിടെ നിയമിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഫാക്ടറി ഗേറ്റില് എന്ത് വെക്കും? ഒരു നോട്ടീസ് പോസ്റ്റ് ചെയ്യും, നോട്ടീസ് വെക്കും. കേട്ടോ, അന്നേരം എന്താണ് സ്റ്റാർട്ടിങ് ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ജോബ് വേക്കൻസി. അതിനകത്ത് എന്തുണ്ടാവും? ആ നോട്ടീസില്, അവിടെ പോസ്റ്റ് ചെയ്തേക്കുന്ന നോട്ടീസില് ആ ജോലിനെ സംബന്ധിക്കുന്ന, ജോബ് വേക്കൻസിനെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻ ഉണ്ടാവും. അപ്പൊ അതിൽ കൂടെ പോകുന്ന ഉദ്യോഗാർത്ഥികളെ, കാൻഡിഡേറ്റ്സ് അത് കാണൂലേ? അപ്പൊ അവർക്ക് മനസ്സിലാവുക ഇന്ന ഓർഗനൈസേഷനിൽ ഇന്ന സെക്ഷനിലേക്ക് ആളെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവിടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഇതൊക്കെ വെച്ചിട്ട് എന്താ പറയാ, അവിടെ നമുക്ക് ഇന്ന ദിവസം ഇന്റർവ്യൂ നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോ അന്നത്തേക്ക് നമുക്ക് പോകാം. അതും എന്താണ്? ഒരു ഡയറക്റ്റ് മെത്തേഡ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലേ? അല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ നോട്ടീസ് ഒക്കെ പോസ്റ്റ് ചെയ്തേക്കണേ? അപ്പൊ നോട്ടീസ് നിങ്ങൾ പോകുമ്പോൾ വായിക്കുമ്പോ നമുക്ക് ഇന്ന ദിവസം ഇന്റർവ്യൂ ആണെന്ന് പറയുമ്പോൾ അതിന് നമുക്ക് നമ്മൾ അതിൽ ക്വാളിഫൈഡ് ആണെങ്കിൽ നമുക്ക് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ഡയറക്റ്റ് മെത്തേഡ് ആണ്. അപ്പൊ എനിക്ക് വരുന്നത് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഉണ്ട്, സ്കൗട്ടിംഗ് ഉണ്ട്, റിക്രൂട്ട്മെന്റ് അറ്റ് ദ ഫാക്ടറി ഗേറ്റ്. ഇത് മൂന്നും ഡയറക്റ്റ് മെത്തേഡിൽ വരുന്നതാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, ഇൻഡയറക്റ്റ് മെത്തേഡ്സ്. ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. എന്തൊക്കെയാണ് ഇൻഡയറക്റ്റ് മെത്തേഡുകൾ വരുന്നത്? അഡ്വർടൈസ്മെന്റ്, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാ. ഇൻഡയറക്റ്റ് ആണ്. അവിടെ ഇടയ്ക്ക് ആരുണ്ട്? അവിടെ ആരുണ്ട്? ഒരു മീഡിയേറ്റർ പോലെയുണ്ട്. നമ്മൾ നേരെയല്ല അറിയുന്നത്, ഒരു പരസ്യങ്ങളിൽ കൂടി അറിയുന്നത്, അഡ്വർടൈസ്മെന്റിൽ കൂടി അറിയുന്നത്. അതിന്റെ ഓരോന്നും കേട്ടോ. പിന്നെ എംപ്ലോയി ട്രേഡ് അസോസിയേഷൻ ഓർ ക്ലബ്ബുകളില്ലേ, ട്രേഡ് അസോസിയേഷൻസ്, വ്യാപാര സംഘടനകള്, അല്ലെങ്കിൽ ക്ലബ്ബ് വഴി. പ്രൊഫഷണൽ അസോസിയേഷൻ, നമുക്ക് ഓരോ അസോസിയേഷൻ ഉണ്ടാവല്ലോ, ഓരോ ഇവരൊക്കെ ഉൾപ്പെടുന്ന ഡോക്ടേഴ്സ്, എഞ്ചിനീയർ, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ പറയാം. അങ്ങനെയുള്ള അസോസിയേഷൻസ് വഴി. അതർ റെപ്യൂട്ടഡ് ഫേംസ്, പ്രശസ്തമായ മറ്റുള്ള സ്ഥാപനങ്ങൾ. അപ്പൊ അതിന്റെ ഇടയിൽ ആരുണ്ട്? ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? അതാണ് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നോക്കാം കേട്ടോ, അഡ്വർടൈസ്മെന്റ്. ഇൻ മോഡേൺ ടൈംസ് ദിസ് മീഡിയം ഹാസ് ബിക്കം ഈക്വലി വിബ്രന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ആക്റ്റീവ്, ഏറ്റവും ഊർജ്ജസ്വലമായതാണ് അല്ലെ? അഡ്വർടൈസ്മെന്റ് പരസ്യം ഇപ്പൊ ഭയങ്കര ഇതല്ലേ? നമ്മൾ പലതും പരസ്യങ്ങൾ കണ്ടായിരിക്കും. അഡ്വർടൈസ്മെന്റ് ടിവിയില്, നമ്മുടെ ന്യൂസ് പേപ്പറില് ഒക്കെ നമ്മൾ പല അഡ്വർടൈസ്മെന്റുകൾ കണ്ടിട്ടായിരിക്കും ഇന്നൊരു വേക്കൻസി ഉണ്ടെന്നൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പൊ ഒരു ഏറ്റവും ഒരു എനർജറ്റിക് ആയിട്ടുള്ള, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. ആസ് എ കൺസ്യൂമർ അഡ്വർടൈസിങ്, അതൊരു അങ്ങനെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് അഡ്വർടൈസ്മെന്റ്. ഈ ഒരു മീഡിയം, ഇതൊരു മീഡിയം, ഒരു ഇടനിലക്കാരനുണ്ട് അവിടെ. വേറെ ഓർഗനൈസേഷൻ നേരിട്ടല്ല, അവിടെ ആരുണ്ട് ഇടയ്ക്ക്? ഒരു അഡ്വർടൈസ്മെന്റ്, ഒരു പരസ്യങ്ങളിൽ കൂടിയാണ് നമ്മൾ അറിയുന്നത്. The advertisement usually provide a brief outline of the job responsibility, compensation package, growth opportunities in the organization, want to reach a large target group and desire a good number of qualified individuals who are cosmopolitan in
ഡിസ്ട്രിബ്യൂഷൻ. ഒന്ന് ശ്രദ്ധിച്ചേ എന്താ പറഞ്ഞിരുന്നത്. അപ്പൊ ഈ അഡ്വർടൈസ്മെന്റ് എന്താണ്? പ്രൊവൈഡ് എ ബ്രീഫ് ഔട്ട്ലൈൻ. ഇതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ തരും. ജോബ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ലേ, എന്താണ് ജോലി, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അഡ്വർടൈസ്മെന്റിൽ ഉണ്ടാവൂലേ. ജോലി ഉത്തരവാദിത്തങ്ങളെ കുറിച്ച്, കോമ്പൻസേഷൻ പാക്കേജുകള്, എന്താണ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി, ആ ഓർഗനൈസേഷനിലെ ഒരു ഓപ്പർച്യൂണിറ്റി, അവസരങ്ങള്, വളർച്ചയുടെ അവസരങ്ങള്. പിന്നെ want to reach a large target ഗ്രൂപ്പ്, കണ്ടോ, ഒരു വലിയ ലക്ഷ്യ ഗ്രൂപ്പിൽ എത്തിച്ചേരാനുള്ള ആഗ്രഹം. ആൻഡ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് ഇൻഡിവിജ്വൽ who are cosmopolitan എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എന്താണ് അവിടെ മൊത്തം വ്യാപിച്ചിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷനില് മൊത്തമുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ബ്രീഫ് ഔട്ട്ലൈൻ ഈ അഡ്വർടൈസ്മെന്റ് തരുന്നു. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഒത്തിരി ഡീറ്റെയിലേക്ക് പോകണ്ട, എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കി വെച്ചേക്കാം. ഈ അഡ്വർടൈസ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഔട്ട്ലൈൻ തരുന്നു, ഒരു രൂപരേഖ. ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? രൂപരേഖ തരുന്നു. ഓക്കെ, അതറിയാം. ഇനി അതിൽ കൂടുതൽ പറയണ്ടല്ലോ. നമ്മൾ പല അഡ്വർടൈസ്മെന്റുകൾ കണ്ടിട്ട് പല ജോലിയിലേക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ജോലിയെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഔട്ട്ലൈൻ, ഒരു ബ്രീഫ് ഔട്ട്ലൈൻ ആണ് അഡ്വർടൈസ്മെന്റ് തരുന്നത്. ജസ്റ്റ് ഇന്ന് ജോലി ഉണ്ടെന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ. എന്താണ് റെസ്പോൺസിബിലിറ്റി, കോമ്പൻസേഷൻ പാക്കേജ്, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി, ഓർഗനൈസേഷന്റെ എല്ലാത്തിനെയും കുറിച്ചുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു രൂപരേഖ തരുന്നു. ക്ലിയർ ആണോ അത്? ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, എംപ്ലോയി ട്രേഡ് അസോസിയേഷൻ. അപ്പൊ അത് ഒന്നാമത്തെ സെന്റൻസ് അവിടെ ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ഏറ്റവും ഊർജ്ജസ്വലമായ ഒരു മെത്തേഡാണ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ, എംപ്ലോയി ട്രേഡ് അസോസിയേഷൻ ഓർ ക്ലബ്ബുകൾ വഴി അല്ലെങ്കിൽ ഒരു വ്യാപാര സംഘടനകള്, തൊഴിലാളികളുടെ വ്യാപാര സംഘടനകൾ വഴി അല്ലെങ്കിൽ ക്ലബ്ബ് വഴി മീറ്റിങ്ങുകള്, കോൺഫറൻസ്, സെമിനാർ ആൻഡ് അതർ സോഷ്യൽ ഫംഗ്ഷൻ ഓഫ് ദ എംപ്ലോയി ട്രേഡ് അസോസിയേഷൻ ഓർ ക്ലബ്സ് ആർ മോർ വേ ഓഫ് സ്പോട്ടിംഗ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്. കണ്ടോ, ഇതൊക്കെ എന്താണ്? മീറ്റിങ്ങുകളിൽ നമുക്ക് പറയാം അല്ലെ, ഒരു ക്ലബിന്റെ ഒരു മീറ്റിംഗ്. അപ്പൊ ആ മീറ്റിംഗിൽ നമുക്ക് പറയാലോ, ഇന്ന ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട്, അതിന് ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യണം, അങ്ങനെ നമുക്ക് പറയാം. കോൺഫറൻസുകളില് അല്ലെങ്കിൽ സെമിനാറുകള്, അതർ സോഷ്യൽ ഫംഗ്ഷൻ ഓഫ് ദ എംപ്ലോയി ട്രേഡ് അസോസിയേഷൻ ഓർ ക്ലബ്ബ്, അവരുടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ എന്താണ്? അനുയോജ്യമായ കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താൻ പറ്റുന്ന കൂടുതൽ മാർഗങ്ങളാണ്. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് എന്താണ് ആ ഒരു വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട്, ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു മാർഗമാണ്. കണ്ടോ, ഇങ്ങനെയുള്ള ട്രേഡ് അസോസിയേഷൻ ക്ലബ്ബുകൾ വഴി, ക്ലബ്ബുകളിലൂടെ കണ്ടോ, അതാണ് ഒരു മീഡിയേറ്റർ. ക്ലബ്ബാണ് അവിടെ, ആ ക്ലബിലുള്ള മീറ്റിംഗില്, ഈ കോൺഫറൻസില്, ഈ സെമിനാറുകള്, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന എന്തെങ്കിലും സോഷ്യൽ വർക്കുകള് അല്ലെ, അങ്ങനെയുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങള്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ആ കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താനുള്ള ഒരു മാർഗമാണ്. ഇനി അടുത്തതാണ് പ്രൊഫഷണൽ അസോസിയേഷൻ. നിങ്ങൾ ഉണ്ടാവുമല്ലോ, ഏതെങ്കിലും അസോസിയേഷനിലൊക്കെ ഉണ്ടാവൂലേ? നിങ്ങളുടെയൊക്കെ ഏതെങ്കിലും അസോസിയേഷനിലൊക്കെ ഉണ്ടാവൂലേ? നിങ്ങൾ ഉണ്ടോ? നിങ്ങളുടെ അസോസിയേഷന്റെ ഒക്കെ പരിപാടി അങ്ങനെയൊക്കെ ഒന്നുമില്ല? അസോസിയേഷനിലൊന്നും ആരും ഇല്ലേ? ഇവിടെ എന്താ? നോ, ഇല്ല. പ്രൊഫഷണൽ അസോസിയേഷൻ, ഇവിടെ പ്രൊഫഷണൽ അസോസിയേഷൻ ആണ്. നോക്കിയേ, പ്രൊഫഷണൽ അസോസിയേഷൻ ഓർ ബോഡീസ് ഓഫ് ദ മേജർ പ്രൊഫഷണൽ ലൈക്ക് ആരൊക്കെ? ഡോക്ടേഴ്സ്, എഞ്ചിനീയർ, ഓഡിറ്റേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആൻഡ് മാനേജേഴ്സ് ഓൾസോ പ്രൊവൈഡ് എബണ്ടന്റ് ഓപ്പർച്യൂണിറ്റീസ്. ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ് ടു ഡിസ്കവർ പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സ് ഫോർ ടെക്നിക്കൽ, സയന്റിഫിക് ആൻഡ് മാനേജറിയൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. കണ്ടോ, അപ്പൊ ഇവർക്കിടെ ഒരു അസോസിയേഷൻ ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ ഡോക്ടേഴ്സിന്റെ ഒരു അസോസിയേഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു അസോസിയേഷൻ ആണ് എന്താണ്? ആ അസോസിയേഷനിൽ അവര് പറയും
വഴിയാണ് ചെയ്യുന്നത്. അസോസിയേഷൻ മുഖാന്തരം ഇന്നൊരു സ്ഥാപനത്തിലേക്ക്, ഇപ്പൊ ഡോക്ടർമാരുടെ ഒരു അസോസിയേഷൻ ആണ്, അപ്പൊ ഇന്നൊരു ഹോസ്പിറ്റലിലേക്ക് അവിടെ ഒരു വേക്കൻസി ഉണ്ട് എന്ന് പറയുമ്പോൾ ആ അസോസിയേഷനിൽ അവിടെ അവരിപ്പോ ചർച്ച ചെയ്യുമല്ലോ, അവർക്കുടെ മീറ്റിങ്ങുകളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള അവരൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് അല്ലേ. അവര് എന്ത് ചെയ്യുന്നു, ഒരു ഓപ്പർച്യൂണിറ്റി, അവര് ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള സാങ്കേതികമായ ശാസ്ത്രീയമായ മാനേജറായ തൊഴിലവസരങ്ങൾക്കായി ഒരു സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുന്നതിന് അവർക്ക് ധാരാളം അവസരങ്ങള് ഈ പ്രൊഫഷണൽ അസോസിയേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുവഴിയും ആ പ്രൊഫഷണൽ അസോസിയേഷൻസ് വഴിയും നമുക്ക് എന്താണ് റിക്രൂട്ട്മെന്റിലേക്ക് അതിനൊരു മീഡിയേറ്റർ ആണ് അത്. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ആ ഒരു ഇത് വഴിയും നമുക്ക് റിക്രൂട്ട്മെന്റ് നടത്താം. അപ്പൊ അവര് അതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരാളാണ്, ആ ഓർഗനൈസേഷനും ആ കാൻഡിഡേറ്റ്സിനും ഇടയിൽ നിൽക്കുന്ന ആരാണ്, അസോസിയേഷൻ. ആ അസോസിയേഷൻ വഴി നമുക്ക് ആ ജോബ്, ആ ഒരു ഓർഗനൈസേഷനിലേക്ക് ജോബ് വേക്കൻസി ഫിൽ ചെയ്യാൻ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ ആവുന്നില്ലേ പറയണേ? ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് അതർ റെപ്യൂട്ടഡ് ഫേംസ്. റെപ്യൂട്ടഡ് ഫേംസ് എന്ന് പറഞ്ഞാൽ പ്രശസ്തമായ സ്ഥാപനങ്ങൾ, വലിയ പേര് കേട്ട സ്ഥാപനങ്ങളൊക്കെ ഇല്ലേ, അവര്. അതർ റെപ്യൂട്ടഡ് എന്ന് വെച്ചാൽ പ്രശസ്തമായ. Nowadays, it has become a trend to recruit human resource from well-known firms. Few companies and firms have established a positive reputation on productivity, efficiency, and industrial harmony. Many firms have made effort to discover appropriate candidates from such firms or filling job position. അപ്പൊ ഇതിന്റെ ഇടയിൽ നിൽക്കുന്നത് ആരാ? ഓർഗനൈസേഷന് കാൻഡിഡേറ്റ്സിന് ഇടയിൽ നിൽക്കുന്ന ആരാ? പ്രശസ്തമായ മറ്റ് സ്ഥാപനങ്ങളാണ്. കണ്ടോ? പ്രശസ്തമായ മറ്റ് സ്ഥാപനങ്ങളാണ് ഇടയ്ക്ക് നിൽക്കുന്നത്. അപ്പൊ എന്താണ്, ജോബ് പൊസിഷനൊക്കെ ഫില്ല് ചെയ്യാനായിട്ട്, ജോബ് പൊസിഷനൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് അത്തരം ഫേംസ് ഇല്ലേ, അത്തരം ഫേംസ്, അത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു, ഉചിതമായ കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താൻ പല സ്ഥാപനങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ആ പ്രശസ്തമായ ഒരു ഫേമിൽ തന്നെ, ആ ഒരു ഓർഗനൈസേഷനിൽ തന്നെ എന്താണ് കാൻഡിഡേറ്റ്സിനെ അവര് എന്ത് ചെയ്യുന്നു, അവിടെ തന്നെ എന്തെങ്കിലും മറ്റുള്ളവരൊക്കെ ആയിട്ട് ഒരു ഇത് എന്താ പറയാ, ഇത് എന്തെങ്കിലും ഇതൊക്കെ നടത്തിയിട്ട് ആ ഓർഗനൈസേഷൻ വഴി, ആ റെപ്യൂട്ടഡ് ഫേംസ് വഴി ആ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താനായിട്ട് പല ഓർഗനൈസേഷൻസും ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് നമുക്ക് ആ ഒരു എന്താ പറയാ ഇവിടെ പറഞ്ഞേക്കുന്നത്, ആ ഒരു ജോലിയിലെ നമുക്ക് ജോലി ചെയ്യുന്ന എക്സിക്യൂട്ടീവ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ഫേമിൽ ഉണ്ടാവുമല്ലോ, അവർക്കടെ ആ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവും അല്ലെ. ഈ കൺസൾട്ടിങ് സ്ഥാപനങ്ങള് എന്ത് ചെയ്യുന്നു, മാനേജറിയലായിട്ടുള്ള ഈ പല എന്താ പറയാ പല ഇതിലേക്ക് അതിന് ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യാനായിട്ട്, ഇങ്ങനെ നിയമിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്താ പറഞ്ഞേക്കുന്നത്. അപ്പൊ അവിടെ ആരാണ് ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്നത്, ആരാണ്? റെപ്യൂട്ടഡ് ഫേംസ് ആണ്. ഫസ്റ്റ് സെന്റൻസ് നോക്കിയേ, ഇപ്പോൾ nowadays എന്നാ പറഞ്ഞേക്കണേ, ഇറ്റ് ഹാസ് ബിക്കം എ ട്രെൻഡ് ടു റിക്രൂട്ട് ഹ്യൂമൻ റിസോഴ്സ് ഫ്രം വെൽ നോൺ ഫേംസ്. കണ്ടോ, പല പ്രശസ്തമായ സ്ഥാപനങ്ങൾ വഴിയും റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. അതിന്റെ ഇടയിൽ നിൽക്കുന്ന ആളാണ്. കണ്ടോ, ഫ്യൂ കമ്പനീസ് ആൻഡ് ഫേംസ് ഹാവ് എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് വെച്ചാൽ സ്ഥാപിക്കുക ഒരു പോസിറ്റീവ് റെപ്യൂട്ടേഷൻ. ഏതിലൊക്കെ? പ്രൊഡക്ടിവിറ്റിയില്, എഫിഷ്യൻസി, കാര്യക്ഷമതയില്, ഇൻഡസ്ട്രിയൽ ഹാർമണി, ഇതിലൊക്കെ എന്താണ് അവരൊരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രശസ്തി, റെപ്യൂട്ടേഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഫേംസ് എന്ത് ചെയ്യുന്നു, ഈ ജോബ് പൊസിഷൻ ഫില്ല് ചെയ്യാനായിട്ട് അത്തരം സ്ഥാപനങ്ങളില് ഉചിതമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താനായിട്ട് ഇവര്
എന്ത് ചെയ്തിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ മീഡിയേറ്റർ ആരാണ്? ഇത്ര ഓർത്താൽ മതി. ആരാണ്? റെപ്യൂട്ടഡ് ഫേംസ് ആണ്. അപ്പൊ അത്രയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് കേട്ടോ, ഇത് ഇൻഡയറക്റ്റ് മെത്തേഡിൽ. അപ്പൊ അതിന്റെ ഇടയിൽ മീഡിയേറ്റർ ഉണ്ടാവും. അഡ്വർടൈസ്മെന്റ് വഴി പറ്റുന്നുണ്ട്, ട്രേഡ് അസോസിയേഷൻ അല്ലെങ്കിൽ ക്ലബുകളിൽ കൂടെ അതിന്റെ ഒരു മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ട് ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രൊഫഷണൽ അസോസിയേഷൻസ് അതുവഴിയുണ്ട്. പിന്നെ മറ്റു പ്രശസ്തമായ സ്ഥാപനങ്ങൾ വഴി, അത് റെപ്യൂട്ടഡ് ഫേംസ്. ഇനി അടുത്ത മൂന്നാമത്തെയാണ് തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറയുന്നത്. തേർഡ് പാർട്ടി മെത്തേഡ്. അപ്പൊ എന്താണ്? ഒരു തേർഡ് പാർട്ടി ഉണ്ട് അവിടെ, ഉണ്ടോ? The third party method which are most common as the follows. ഇവിടെ താഴെ പറഞ്ഞത് കുറച്ച് തേർഡ് പാർട്ടി മെത്തേഡ്സ് ആണ് കേട്ടോ. അത് നോക്കി എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് ആണ് പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസി. നിങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ. കുറച്ച് പേരുകൾ എന്തായാലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ഏതെങ്കിലും ഏജൻസിയിൽ നമ്മൾ പഠിച്ചൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ബയോഡേറ്റ ഒക്കെ കൊടുത്തിട്ട് ഒരു ഏജൻസിയാണ് അവിടെ ഇടയിൽ മീഡിയേറ്റർ, തേർഡ് പാർട്ടിയാണ് അവിടെ നിൽക്കുന്നത്. ഓക്കെ, ദേ ആർ യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ ചാർജ് വെരി ലിറ്റിൽ ഫീസ് ഫ്രം ആപ്ലിക്കൻസ്. എന്താണ് അവിടെ രജിസ്റ്റർ ചെയ്യുന്നതിന് ഒരു ചെറിയ ഫീസ് അവര് മേടിക്കും. അവർക്കിടെ ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ഒരു ചെറിയൊരു ഫീസ് മേടിക്കും. They focus on specific occupation such as general office, helper, salesman, technical workers, accountants, computer staff, engineers and executives. അപ്പൊ അങ്ങനെയുള്ള ഈ പൊസിഷനുകളൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു സ്ഥാപനത്തില് ഇങ്ങനെയുള്ള ഒരു പോസ്റ്റ് എന്തെങ്കിലും ഒഴിവുകൾ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഏജൻസിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ, ആ ഏജൻസിയിലേക്കാ വരുന്നത്. ഇന്ന ഇതുണ്ടെന്ന് പറയുന്നത്. അത് ചിലപ്പോ ആ കമ്പനിയും ആ ഏജൻസിയും തമ്മിലുള്ള ടൈപ്പ് ആയിരിക്കും. അപ്പൊ അവിടെ വേക്കൻസി വരുമ്പോ നേരെ ഏജൻസിയിലേക്ക് വരും. അപ്പൊ ആ ഏജൻസിയിൽ വരുമ്പോൾ നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ, എന്റെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് അവിടുത്തെ ജോബ് പൊസിഷൻ ഏത് അവിടെ വേക്കൻറ്റ് ഏതാന്ന് വെച്ചിട്ട് അവരെന്ത് ചെയ്യും, ഏജൻസി നമ്മളെ വിളിക്കുന്നത്. കമ്പനി നേരെ വിളിക്കൂല, ഏജൻസി നമ്മളെ വിളിക്കും. ഓക്കെ, അതാണ്. This private agency work as a middleman between employee and employer. അപ്പൊ എംപ്ലോയിക്കും എംപ്ലോയറിനും ഇടയിൽ ആരാണ് ഒരു മിഡിൽമാൻ ആയിട്ട് നിൽക്കുന്നത്? ആരാണ്? പ്രൈവറ്റ് ഏജൻസി. ക്ലിയർ ആയോ? തേർഡ് പാർട്ടി മെത്തേഡ് മനസ്സിലായോ? അതായത് ആ കമ്പനിക്കും കാൻഡിഡേറ്റ്സിനും ഇടയിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് ആരാ നിൽക്കുന്നേ? അവിടെ ഒരു പ്രൈവറ്റ് ഏജൻസി. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ പൈസ കൊടുത്തിട്ട്? ഏതെങ്കിലും ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും? ഇല്ലേ, ആരും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ആപ്ലിക്കൻസിന്റെ ചെറിയൊരു ഫീസ് മേടിക്കും കേട്ടോ. രജിസ്റ്റർ ചെയ്യുന്നതിന് അവർ കുറച്ച് ഫീസ് മേടിക്കും. എന്നിട്ട് ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ഒഴിവ് വരികയാണെങ്കിൽ അവര് നമ്മളെ അറിയിക്കും. അതാണ് ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? These private agencies work as middleman between employees and employers. അടുത്ത നോക്കിയേ, സ്റ്റേറ്റ് ഓർ പബ്ലിക് എംപ്ലോയ്മെന്റ് ഏജൻസി. സ്റ്റേറ്റ് ഓർ പബ്ലിക് എംപ്ലോയ്മെന്റ് ഏജൻസീസ്. നിങ്ങൾ എംപ്ലോയ്മെന്റില് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? എംപ്ലോയ്മെന്റില് നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളുടെ ആ ഒരു ലോക്കലിലുള്ള എംപ്ലോയ്മെന്റ് ഉണ്ടാവുമല്ലോ. യെസ്, അത് തന്നെയാണ് ഇവിടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ പബ്ലിക് പൊതുവായിട്ടുള്ള എംപ്ലോയ്മെന്റ് ഏജൻസീസ്. These are also known as employment or labor exchange. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. They are also known as employment or labor exchange. They provide a clearing house for jobs and job information along with a wide range of services such as counseling, job searching and information about the labor market, workers and pay rates. ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, അവര് കൗൺസിലിംഗ്, പിന്നെ ജോബ് സെർച്ചിങ്, അതുപോലെ തന്നെ ജോലിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ about the labor market കുറിച്ച് ഇൻഫർമേഷൻ, വർക്കേഴ്സ്, അവരുടെ പേ റേറ്റ് എന്നിവയെ കുറിച്ചുള്ള വിവിധ ഇൻഫർമേഷൻ ഉൾപ്പെടെ എന്തുകൂടി ചെയ്യുന്നുണ്ട്, വൈഡ് റേഞ്ച് ഓഫ് സർവീസും കൂടി അവര് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഒരു ക്ലിയറിംഗ് ഹൗസ് ആണ്
ജോബ് ഇൻഫർമേഷനുള്ള ഒരു ക്ലിയറിംഗ് ഹൗസ് ആണ്. അപ്പൊ നമ്മൾ എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്തിട്ടു. അവിടെ സീനിയോറിറ്റീസ് അനുസരിച്ച് അത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഇതായിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെ സീനിയോറിറ്റിയുടെ നോക്കിയിട്ട് നമ്മുടെ ആ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് അത് സ്ഥിരമാവണമെന്നില്ല അല്ലെ. ചിലപ്പോ 6 മാസത്തേക്ക് ആവാം അല്ലെ, അല്ലെങ്കിൽ 1 വർഷത്തേക്കാവും, അല്ലെങ്കിൽ ഡെയിലി വേജസ് പോലെ അങ്ങനെയും ആകാം. അപ്പൊ എംപ്ലോയ്മെന്റിൽ വിളിക്കും നമ്മളെ. ക്ലിയർ ആയോ? ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. നമ്മുടെ മനസ്സിൽ വേണം എന്താണ് ആ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പൊ എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്തിടുക നമ്മള്. വേറെ പ്രൈവറ്റ് ഏജൻസി ഒന്നുമില്ല. നമ്മളപ്പോ 10th കഴിയുമ്പോഴത്തേക്കും നമ്മളെ രജിസ്റ്റർ ചെയ്തിടൂലേ. അപ്പൊ ഏതെങ്കിലും വേക്കൻസി വന്നേ നമ്മുടെ സീനിയോറിറ്റി ഉണ്ടാവില്ല. നമ്മളത് പുതുക്കിക്കൊണ്ടിരിക്കണ്ടേ. നമ്മൾ 3 വർഷം അത് അവരെ പറയും അടുത്തത് എന്താ പുതുക്കണ്ടേന്നുള്ളത്, റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ ജോബ് വേക്കൻസി വരുമ്പോൾ ഓൾറെഡി നമ്മൾ വിളിക്കും. അതൊക്കെ സ്ഥിരം ജോലിയൊന്നും ആവണമെന്നില്ല കേട്ടോ. അതായത് ഇപ്പൊ 6 മാസത്തേക്കോ അല്ലെങ്കിൽ ഡെയിലി വേജസിനായിട്ടോ 2 മാസത്തേക്കോ ഏതെങ്കിലും സ്ഥാപനങ്ങളിലൊക്കെ ആരെങ്കിലൊക്കെ ലീവൊക്കെ ആകുമ്പോൾ ആ ഒരു പൊസിഷനിലേക്കോ ഒക്കെ എംപ്ലോയ്മെന്റ് വഴിയാണ് ഇത് നടക്കുന്നത്. അടുത്തത് നോക്കിയേ, സ്കൂൾസ്, കോളേജസ് ആൻഡ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ ഇന്റർമീഡിയറ്റ് ആട്ടോ. ആരാ നിൽക്കണേ? തേർഡ് പാർട്ടി ആണ്. സ്കൂളോ കോളേജോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ. All these provide opportunity for recruiting their students. കാരണം അവരുടെ സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നൽകുകയാണ്. അതായത് these general and technical professional institutions provide blue collar, white collar and managerial personnel. ഒന്ന് നോക്കി അവിടെ. അപ്പൊ എവിടെ? ഇപ്പൊ സ്കൂളില് അല്ലെങ്കിൽ കോളേജില് അവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓപ്പർച്യൂണിറ്റി. അപ്പൊ ചിലപ്പോ ഈ സ്കൂളിലാണെങ്കിലും അല്ലെങ്കിൽ കോളേജില് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ എന്തെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് ഒഴിവുണ്ട്. അപ്പൊ നമ്മുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അതിലെ അധികം എന്താ പറയാ ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടികളെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഉണ്ടോ? ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻഫർമേഷൻ കൊടുക്കും. ഇതിന്റെ എവിടെ ഇപ്പൊ ഇതിലേക്ക് ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആർട്ട് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ട് എന്നുള്ളത് ആ എവിടെയാണ് അവിടെ നിന്നാണത്. തേർഡ് പാർട്ടി ആരാണ് നിൽക്കണേ? ഇടയിൽ ആരാ നിൽക്കണേ? സ്കൂളോ കോളേജസോ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ആണ് നടക്കുന്നത്. These general and technical professional institution provide blue collar. കേട്ടിട്ടുണ്ടോ blue collar എന്ന് പറയുന്നത്? blue collar എന്ന് പറഞ്ഞാൽ എന്താ? ഓഫീസിനൊക്കെ പുറത്ത് ജോലി ചെയ്യുന്നവരൊക്കെ ഇല്ലേ, പുറത്ത് ജോലി ചെയ്യുന്ന ഒരു തരമാണ് ബ്ലൂ കോളർ എന്ന് പറയുന്നത്. ഓഫീസിനൊക്കെ പുറത്ത് ജോലി ചെയ്യുന്ന ഒരു തരം ജോലി, അതാണ് ബ്ലൂ കോളർ. ഇപ്പൊ വൈറ്റ് കോളർ എന്തായിരിക്കും? എന്താണ് വൈറ്റ് കോളർ എന്ന് പറയണേ? ഓഫീസിന്റെ ഉള്ളിൽ അല്ലെ, ഓഫീസ് ക്രമീകരണത്തിനുള്ളിൽ വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള ജോലിക്ക്. മാനേജറിയൽ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥാപനത്തിലെ ഏറ്റവും മാനേജർ ആയിട്ടുള്ള ഒരു അധികാര ഉത്തരവാദിത്ത പൊസിഷനിലേക്ക് ആ പൊസിഷൻ വഹിക്കുന്ന വ്യക്തിയാണ് മാനേജറൽ പേഴ്സൺ. അപ്പൊ ഇങ്ങനെയുള്ള ഈ എന്താണ് ആ ഒരു പൊസിഷനിലേക്ക് ഈ കോളേജോ സ്കൂളോ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു? കാൻഡിഡേറ്റ്സിനെ പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ ആയോ? അത് ചിലപ്പോ നമ്മളെ പുറത്തുള്ള ജോലിയാവാം, ഓഫീസിന് പുറത്തുള്ള ജോലിക്കാവാം, അല്ലെങ്കിൽ ഓഫീസിന്റെ ഉള്ളില് അല്ലെ, അതായത് ഓഫീസ് ക്രമീകരണത്തിനുള്ളിലുള്ള ജോലിയാവാം. ആ വേക്കൻസി ഫില്ല് ചെയ്യാനാവാം. അല്ലെങ്കിലോ ഹയർ പൊസിഷനിലേക്ക് മാനേജറൽ ഉയർന്ന അധികാരമുള്ള ഒരു അധികാര സ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള ഹയർ പൊസിഷനിലേക്ക് ആവാം. അങ്ങനെ ആ ഒരു കാൻഡിഡേറ്റ്സിനെ എന്താണ് ആ സ്റ്റുഡൻസിനെ അവര് റിക്രൂട്ട് ചെയ്യാണ്. ക്ലിയർ ആവുന്നില്ല എനിക്ക്? Okay, next point നോക്കിയേ D. Professional organizations or recruiting firms or executive recruiters വഴി ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷൻ സ്ഥാപനം അല്ലെങ്കിൽ റിക്രൂട്ടിംഗ് സ്ഥാപനങ്ങള് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് റിക്രൂട്ടേഴ്സ് they keep entire information records about the employed executives. അവരെന്താ ആ ജോലി എംപ്ലോയിഡ് എക്സിക്യൂട്ടീവ്സ് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള എല്ലാ റെക്കോർഡും ഇവര് കീപ്പ് ചെയ്തിട്ടുണ്ടാകും. ഇപ്പൊ റിക്രൂട്ടിംഗ് ഫേംസ് എന്ന് പറഞ്ഞാൽ എന്താ? റിക്രൂട്ട്മെന്റ് നടത്തുന്ന സ്ഥാപനങ്ങളാണ്. അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് റിക്രൂട്ടേഴ്സ് അവരെന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ഒക്കെ ആ എംപ്ലോയിഡ് എക്സിക്യൂട്ടീവ്സിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും അവരുടെ കയ്യിലുണ്ടാവും. These consulting firms suggest ഈ ഇവരാണ് എന്ത് ചെയ്യുന്നത്? സജസ്റ്റ് ചെയ്യുന്നത്
highly competent individual for managerial, marketing and production engineering post. അപ്പൊ ഈ കൺസൾട്ടിംഗ് ഫേംസ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. അവരെ കൂടിയാണ്, അല്ലെങ്കിൽ റിക്രൂട്ടിംഗ് ഫേംസ് വഴിയാണ്, അല്ലെങ്കിൽ പ്രൊഫഷണൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് റിക്രൂട്ടേഴ്സ് വഴിയാണ് ആ ഒരു സ്ഥാപനത്തിലേക്ക് കാൻഡിഡേറ്റ്സിന് സജസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അവരുടെ കയ്യിൽ ഉണ്ടാകും. ഇങ്ങനെയുള്ള ഈ കൺസൾട്ടിങ് സ്ഥാപനങ്ങള് എന്ത് ചെയ്യുന്നു? മാനേജറുകളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, എഞ്ചിനീയറിംഗ് ആ ഒരു പൊസിഷനിലേക്ക് ഉയർന്ന കഴിവുള്ള വ്യക്തികളെ ഈ റിക്രൂട്ടിംഗ് ഫേംസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇന്റർമീഡിയറ്റ് ഉണ്ട് അതിന്റെ ഇടയിൽ, ഓർഗനൈസേഷന് ആ കാൻഡിഡേറ്റ്സിന്റെ ഇടയിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്നത് റിക്രൂട്ടിംഗ് ഫേംസുകളോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഓർഗനൈസേഷൻസോ ആണ്. ഓക്കെ, അടുത്തതാണ് ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞേക്കാം തൊഴിലാളി സംഘടനകള്. ട്രേഡ് യൂണിയൻ തൊഴിലാളി സംഘടനകള്. തൊഴിലാളി സംഘടനകള് നോക്കിയേ. Trade unions offer manual and skilled workers in sufficient quantity. ഈ യൂണിയൻ കേട്ടിട്ടില്ല നിങ്ങള്? തൊഴിലാളി സംഘടനകള് അവരെന്താണ് ഓഫർ? അവരാണ് ഓഫർ ചെയ്യുന്നത് മാനുവൽ ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് ഇൻ സഫിഷ്യന്റ് ക്വാണ്ടിറ്റി. ഒരു യൂണിയൻ ഉണ്ടാവും അല്ലെ? ട്രേഡ് യൂണിയൻസ്, തൊഴിലാളി സംഘടനകള്. അപ്പൊ അതിനകത്ത് നമ്മള് ആ യൂണിയനിൽ ഉണ്ടെങ്കിൽ എന്താ പറയാ, ഏതെങ്കിലും സ്ഥാപനത്തിലേക്കൊക്കെ ഇത് വരികയാണെങ്കിൽ ആ യൂണിയൻ ആണ് ഓഫർ ചെയ്യുന്നത്. കണ്ടോ? Trade union offers manual and skilled workers in sufficient quantity. In a few organizations, formal agreements are made to give priority to the candidates recommended by the trade union during the recruiting process. Underline cheyittittu. Trade union offers manual and skilled workers in sufficient quantity. ഇനി ചില ഓർഗനൈസേഷൻസ്, പല ഓർഗനൈസേഷൻസും ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ ട്രേഡ് യൂണിയൻ റെക്കമെൻഡ് ചെയ്യുന്ന, അവരാ റെക്കമെൻഡ് ചെയ്യുന്നത്, ആ യൂണിയനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ട്രേഡ് യൂണിയൻ റെക്കമെൻഡ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് മുൻഗണന നൽകണം. കണ്ടോ? മുൻഗണന നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫോർമൽ ആയിട്ടുള്ള, ഒരു ഔപചാരികമായിട്ടുള്ള ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ഒരു എഗ്രിമെന്റ് ഉണ്ട് ഈ യൂണിയനും കമ്പനിയും തമ്മിൽ. മനസ്സിലായോ? The formal agreement are made to given priority. ആർക്ക് priority കൊടുക്കണം? ട്രേഡ് യൂണിയൻ റെക്കമെൻഡ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് priority കൊടുക്കണം. ക്ലിയർ ആയോ? ട്രേഡ് യൂണിയൻ റെക്കമെൻഡ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യണം? അവിടെ അവർക്ക് വേണം priority കൊടുക്കാൻ. അപ്പൊ അങ്ങനെ ആ ഓർഗനൈസേഷനും ട്രേഡ് യൂണിയൻസും തമ്മിൽ എന്തുണ്ട്? അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ട്. കണ്ടോ? ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്ത നോക്കിയേ, കാഷ്വൽ എഫ് ആണ് കേട്ടോ. കാഷ്വൽ ലേബർ ഓർ ആപ്ലിക്കന്റ് അറ്റ് ദ ഗേറ്റ്. കാഷ്വൽ ലേബർ, കാഷ്വൽ ആയിട്ട് okay, or applicant at the gate. Many industries are dependent on casual labor who daily marks his presence on factory gate or employment office. ഇത് നമ്മൾ ഡെയിലി വേജസ് ഒക്കെ നമ്മൾ പറയൂലേ? ഡെയിലി വേജസ് ഒക്കെ ആയിട്ട് പറയുന്നില്ലേ? അതായത് നമ്മളിപ്പോ അന്ന് ഇന്ന ദിവസം അല്ലെങ്കിൽ ഓരോ ഡെയിലി ആയിട്ട്, അതിന് സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല അല്ലെ? അപ്പൊ അങ്ങനെ ഫാക്ടറി ഗേറ്റിലോ എംപ്ലോയ്മെന്റ് ഓഫീസിലോ അവിടെയുള്ള ആ കാൻഡിഡേറ്റ്സിന്റെ പ്രസൻസ് അനുസരിച്ച് കണ്ടോ, ദിവസക്കൂലിയായിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു കാലയളവിലേക്കോ എന്ത് ചെയ്തോ എംപ്ലോയീസ് അവര് ഇത് നിയമിക്കും. അതാണ് അവിടെ കാഷ്വൽ ആണ്, നമുക്ക് മുൻകൂട്ടിയൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല. ഫാക്ടറി ഗേറ്റിലോ എംപ്ലോയ്മെന്റ് ഓഫീസിലോ അവിടെ പ്രസൻസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അവിടെ ഡെയിലി മാർക്ക് എന്ന് പറഞ്ഞേക്കണം കണ്ടോ. സോ ഡെയിലി മാർക്ക് ഹിസ് പ്രസൻസ് ഓൺ ഫാക്ടറി, ആ പ്രസൻസ് വെച്ചിട്ടാണ്. കാഷ്വൽ ആയിട്ടുള്ളതാണ് ഉണ്ടോ. ഇനി ഇൻഡസ്ട്രീസ് അപ്പൊ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഡിപ്പെൻഡ് ഓൺ കാഷ്വൽ ലേബേഴ്സ്. മെനി
Industries are dependent on the casual laborers who daily mark his presence on factory gate or employment office. Factory gate lo employment office lo presence ആയിട്ടുള്ള candidates. അവിടെ പ്രസന്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ദിവസക്കൂലിക്കോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ചെറിയൊരു കാലയളവിലേക്കോ ഒക്കെ ഇത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് നോക്കിയേ, അൺകൺസോളിഡേറ്റഡ് ആപ്ലിക്കൻസ്. അൺകൺസോളിഡേറ്റഡ് ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞാൽ ഏകീകരിക്കാത്ത ആപ്ലിക്കേഷൻസ് എന്ന് വെച്ചാൽ എന്താ? അതായത് ചില നോക്കിയേ, there are certain job posts for which a smaller number of candidates apply. കണ്ടോ, ചില ജോലി പോസ്റ്റിലേക്ക് കുറച്ച് കാൻഡിഡേറ്റ്സ് മാത്രമേ അപ്ലൈ ചെയ്യൂ. ചില ജോലിയുടെ അതെങ്ങനെയുള്ള ജോലിയായിരിക്കും കുറച്ച് കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യണേ എന്ന് പറഞ്ഞേ? ഏത് ജോലിയിലേക്കായിരിക്കും? നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടോ? There are certain job posts for which a small number of candidates apply. ഏത് ജോലിയിലേക്കായിരിക്കും? ഐഡിയ ഉണ്ടോ? ഏത് ജോലിയിലേക്കായിരിക്കും? വിഷ്ണു, ആൽബിൻ, അനീഷ, സുസ്മിത, രജ്മ, കുറച്ചുപേര് ഞാൻ സ്ക്രീനിൽ കണ്ടോരിയായിട്ട് വിളിച്ചത്. പ്രീതി, വെരി ഗുഡ്. ഏതാ? റിസ്ക് ഉള്ള ജോലിയില്. നിങ്ങൾക്ക് അറിയാം അല്ലെ എന്താണ് റിസ്ക് ഉള്ള ജോലിയാകുമ്പോ കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യോ? ഇപ്പൊ നിങ്ങളോട് പറയാനുള്ള ഒരു 10 നില ബിൽഡിങ്ങിന് മുകളിലാണ്, അവിടെ പൈപ്പില് പ്ലംബിംഗ് വർക്ക് ചെയ്യാതാന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിലേക്ക് ദിവസം വരും. പക്ഷെ അവിടെ സാലറി കൂടുതലായിരിക്കും കേട്ടോ. റിസ്ക് ജോലി ആയതുകൊണ്ട് സാലറി കൂടുതലായിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മളോട് പറയാണ് നമ്മുടെ ജീവനിൽ എല്ലാവർക്കും വലുത് അല്ലെ, എല്ലാ അപകടം അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും അതൊരു റിസ്ക് ജോലിയോ, അപ്പൊ അതുകൊണ്ട് കുറെ പൈസ കിട്ടാന്ന് പറഞ്ഞാല് നമ്മളത് അപ്ലൈ ചെയ്യാൻ പഠിക്കും. അപ്പൊ അവിടെ എന്താ? ആപ്ലിക്കൻസിന്റെ എണ്ണം കുറവായിരിക്കില്ലേ? അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കില്ല അങ്ങനെയുള്ള റിസ്ക് ജോലിയില്. അതാ പറഞ്ഞേക്കണേ. കണ്ടോ, അങ്ങനെയുള്ള ചില പൊസിഷനിലേക്ക് കാൻഡിഡേറ്റ്സ് എങ്ങനെയായിരിക്കും? അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം കുറവായിരിക്കും. In such a case, organization എന്ത് ചെയ്യുന്നു? Can search the application form of those candidates who have approached the organization for the vacancies available by their own effort. കണ്ടോ, അപ്പൊ അവര് ശരിക്കും അവരുടെ ഒരു എഫേർട്ട് ആണ് അല്ലെ. അപ്പൊ എന്താ പറയുന്നത്? അപ്പൊ അങ്ങനെയുള്ള ഇത് വരുമ്പോൾ ചിലപ്പോ ആകെ നമ്മള് ഒരു 5 ആപ്ലിക്കൻസ് ആയിരിക്കും അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ എന്ത് ചെയ്തു? ആ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? ആ ആപ്ലിക്കേഷൻ 5 ആപ്ലിക്കേഷൻ ഫോമല്ല അവിടെ വന്നിട്ടുള്ളൂ. അതീന്ന് എന്ത് ചെയ്യുന്നു? അവര് എന്ത് ചെയ്യുന്നു? കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യും. അതാണ് അൺകൺസോളിഡേറ്റഡ് ആപ്ലിക്കൻസ്. അവിടെ ഒരു 100 ലക്ഷക്ക് ആപ്ലിക്കേഷൻ ഫോം വന്നിട്ടില്ല, അല്ലെങ്കിൽ ആ 500 കണക്ക് കാൻഡിഡേറ്റ്സ് ആ ജോലിയിലേക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. കാരണം എന്താ? റിസ്ക് ഉള്ള ജോലിയാ. അപ്പൊ ആകെ 5 അപേക്ഷയെ വന്നിട്ടുള്ളൂ, ആപ്ലിക്കേഷൻസേ വന്നിട്ടുള്ളൂ. അപ്പൊ അതിന് കമ്പനി ഈസി ആയിട്ട് എന്ത് ചെയ്യുന്നു? ആ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യും. കണ്ടോ? In such a case, organization can search the application form of those candidates who have approached the organization for the vacancy available by their own effort. Okay. ഇനി അടുത്തതാണ് വോളണ്ടറി ഓർഗനൈസേഷൻ. വോളണ്ടറി ഓർഗനൈസേഷൻ. വോളണ്ടറി ഓർഗനൈസേഷൻ എന്താണ്? വോളണ്ടറി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ സന്നദ്ധ സംഘടനകള്. Okay, these organizations such as private ക്ലബുകളാകാം and social organization ആവാം must also supply the employees like who are physically handicapped. കണ്ടോ, ഫിസിക്കലി ഹാൻഡികാപ്റ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാകാം. ചില ക്ലബുകളൊക്കെ ഉണ്ടല്ലോ, പ്രൈവറ്റ് ക്ലബുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ക്ലബിലെ ചിലപ്പോ അംഗങ്ങളോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ഒക്കെ ആകാം. അപ്പൊ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകാൻ പറ്റാത്തല്ല, ക്വാളിഫൈഡ് ആയിട്ടുള്ള ചില ഹാൻഡികാപ്റ്റഡ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ വിഡോസ്, ഭർത്താവ് ഒക്കെ മരിച്ച സ്ത്രീകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവർക്ക് അങ്ങനെയുള്ളവര്, മാരീഡ് വുമൺ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചതാണ്, പക്ഷെ ഹസ്ബൻഡിന് വല്ല രോഗ കാരണോ വല്ല മാറാരോഗമായി കിടക്കുവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം കൊണ്ട് അല്ലെങ്കിൽ മാരീഡ് ആയിട്ട് എന്തെങ്കിലും
എന്താ പറയാ എന്തെങ്കിലും നമുക്ക് ആ ജോലി ഒത്തിരി പാവപ്പെട്ടവരോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകള് റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളെ ഈ ക്ലബ് അല്ലെങ്കിൽ സോഷ്യൽ ഓർഗനൈസേഷൻ പ്രിഫർ ചെയ്യുന്നു കണ്ടോ. അപ്പൊ ഇടയിൽ ക്ലബ് ഉണ്ട്. അപ്പൊ ഈ ക്ലബിൽ ഇങ്ങനെ ഇപ്പൊ ഇന്ന ജോലിയിൽ ഇപ്പൊ എല്ലാ ജോലിയില് എല്ലാ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആ ക്ലബില് മെമ്പർ ആകാം അല്ലെ. അപ്പൊ അവർ ആ ക്ലബില് നേതൃത്വത്തിൽ പറയാണ് അപ്പൊ നമ്മുടെ ഇങ്ങനെ എന്തെങ്കിലും ഉള്ള ഈ ചെറിയ ചെറിയ ഡിസബിലിറ്റി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ എന്ത് ചെയ്യുന്നു ആ വേക്കൻസിയിലേക്ക് അവര് സപ്ലൈ ചെയ്യുന്നു കണ്ടോ. അതാണ് പറഞ്ഞേക്കുന്നത് വോളണ്ടറി ഓർഗനൈസേഷൻ. ദീസ് ഓർഗനൈസേഷൻ സച്ച് ആസ് പ്രൈവറ്റ് ക്ലബ് ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ ഓൾസോ സപ്ലൈ എംപ്ലോയീസ്. എങ്ങനെയുള്ള എംപ്ലോയീസിനെ ആയിരിക്കും അവർ സജസ്റ്റ് ചെയ്യുന്നത്? ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിഡോസ് ആയിട്ടുള്ള ഓർ മാരീഡ് ആയിട്ടുള്ളത്. പക്ഷെ ഹസ്ബൻഡിന് വഴിയാതെ കിടക്കുന്നവരോ അങ്ങനെയൊക്കെ ഉള്ളവര്. ഏജ്ഡ് പേഴ്സൺ, റിട്ടയർഡ് പേഴ്സൺ. ക്ലിയർ ആയോ? അത് ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഒരെണ്ണം കൂടി ഉള്ളു കേട്ടോ, ലാസ്റ്റ് കുഞ്ഞു കാര്യം കൂടി ഉള്ളൂ. അപ്പൊ അത് നമ്മുടെ ആ സെക്ഷൻ ഒന്ന് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് മെറിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ള. എക്സ്റ്റേണൽ സോഴ്സിന്റെ മെറിറ്റ്സ് ആണ്. അല്ല അതന്നെ. അതിനകത്ത് എത്രാമത്തെയാണ്? അയ്യും കൂടി ഉള്ളൂ കേട്ടോ. മറ്റേതാണ് കൺസോൾട്ടേഷൻ ആപ്ലിക്കേഷൻ. നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെ ഉണ്ടോ? അത് ലാസ്റ്റത്തെ വേണ്ട കേട്ടോ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അവിടെ. കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിന്റെ താഴെയുള്ള പോയിന്റ്സ് കണ്ടോ? ജി എന്ന് പറഞ്ഞത് നമ്മൾ ഓൾറെഡി മോളിൽ പറഞ്ഞത് തന്നെയാണ് ജെ തന്നേക്കണേ. കണ്ടോ? ജി തന്നെയാണ് ജെ തന്നേക്കണത്. അപ്പൊ ആ ലാസ്റ്റത്തെ നമ്മൾ വെട്ടിക്കളഞ്ഞോ ടെക്സ്റ്റിൽ ഉണ്ടെങ്കിൽ കേട്ടോ. അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേക്കണെയാണ്. അപ്പൊ ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉള്ളൂ. കമ്പ്യൂട്ടർ കൺസോൾട്ടേഷൻ എന്നുള്ളത് കണ്ടില്ലേ? അത് നോക്കിയേ, കമ്പ്യൂട്ടർ ഡേറ്റ ബാങ്ക്. ഇതുകൂടി പറഞ്ഞോട്ടെ. ഒരെണ്ണം കൂടി ഉള്ളൂ. കമ്പ്യൂട്ടർ ഡേറ്റ ബാങ്ക് സിമ്പിൾ ആണ്. ഓക്കെ, നോക്കിയേ. താങ്ക് യു കേട്ടോ. 2 മിനിറ്റും കൂടി തീർക്കാം നമുക്ക്. അപ്പൊ ഈ ഒരു സെക്ഷൻ ഒന്ന് തീരുള്ളൂ വിചാരിച്ച. When a company needs a specific type of employees, job description and a job specification are uploaded into computer. കമ്പനി എന്ത് ചെയ്യുന്നത് അറിയാം? ഈ കമ്പനി കുറച്ച് ഒരാഴ്ചയായി കോൾഡും ചുമയും ഒക്കെ ആയിരുന്നു കേട്ടോ. അതിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. ഭാഗ്യത്തിന്റെ ക്ലാസ്സിൽ അധികം ചുമ ഒന്നില്ല. പക്ഷെ ഒരു ചെറിയൊരു കഫക്കെട്ട് പോലെ. അതാണ്, സോറി കേട്ടോ. ഓക്കെ, അപ്പൊ കമ്പനിയിലുണ്ടല്ലോ സ്പെസിഫിക് ടൈപ്പ് ഓഫ് എംപ്ലോയീസ്, പ്രത്യേക തരത്തിലുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ ജോബ്. അവർക്ക് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജോലിനെ കുറിച്ചുള്ള വിവരങ്ങള് അല്ലെ. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജോലിയുടെ നിർദ്ദേശങ്ങള്. ഇതെല്ലാം എന്തുണ്ടാവും? കമ്പ്യൂട്ടറിൽ ഉണ്ടാവും. Okay, when they are matched with the resume data stored there. അപ്പൊ അതായത് ആ ഇതിനകത്ത് നമുക്ക് എന്തുണ്ടാവും? കമ്പ്യൂട്ടർ ഡാറ്റ ബാങ്ക് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന്റെ ഡേറ്റാസ് അല്ലെങ്കിൽ റെസ്യൂം കമ്പ്യൂട്ടറിൽ ഉണ്ടായിരിക്കും. മനസ്സിലായോ? റെസ്യൂം ഓരോ എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ അവിടെ എന്താ പറയാ, നമുക്ക് റെസ്യൂംസ് ഡാറ്റ ചിലപ്പോ ഇങ്ങനെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ അവരുടെ റെസ്യൂം ഉണ്ടാവും. അപ്പൊ അവിടെ എന്തെങ്കിലും ജോബ് വേക്കൻസി വരികയാണ്, നമുക്കത് വരികയാണെങ്കിൽ ആ റെസ്യൂമായിട്ട് മാച്ച് ചെയ്താൽ പോലെ ആ ഡേറ്റനെ കണ്ടോ എന്ത് ചെയ്താൽ മതി? ആ ഡേറ്റയും ആ റെസ്യൂമായിട്ട് ഈ ജോലിക്ക് ഇന്ന ഇതുള്ള കുട്ടീനെ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അവര് ഇതാക്കാൻ പറ്റുമോ എന്നുള്ളത് അല്ലേ, എന്നുള്ള കാര്യം. അതായത് ആ ഡേറ്റയുമായിട്ട് എന്ത് ചെയ്താൽ മതി? അവിടെ നമ്മളൊന്ന് ഇതാക്കി നോക്കുകയാണ്. നമ്മുടെ ഡേറ്റയുമായിട്ട് ഒന്ന് മാച്ച് ചെയ്ത് നോക്കുന്നു. കണ്ടോ? കമ്പനിക്ക് ഒരു പ്രത്യേക തരം എംപ്ലോയീസിന് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ ജോലി വിവരങ്ങളും ജോലിന്റെ നിർദ്ദേശങ്ങളും ആ കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്യും. അപ്പൊ അവിടെ അതില് റെസ്യൂം ഉണ്ടാവുമല്ലോ, അതിൽ സംബന്ധിച്ച് വെച്ചിരിക്കുന്ന ആ റെസ്യൂമെ ആ ഡേറ്റയുമായി മാച്ച് ചെയ്യുന്നു. അപ്പൊ ആ ജോലിക്ക് ആപ്റ്റ് ആയിട്ടുള്ള റെസ്യൂമുള്ള കുട്ടിയില്ലേ, ആ കാൻഡിഡേറ്റ്സ് അതുള്ള ആ കുട്ടീനെ അതിലേക്ക് സെലക്ട് ചെയ്യും. കമ്പ്യൂട്ടർ വഴിയാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങള് നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് വായിച്ചു വെക്കണം, നിർബന്ധമായിട്ടും വായിച്ചു വെക്കണം കേട്ടോ. ഇതൊക്കെ പോയിന്റ്സ് ആണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് വായിച്ച് ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഒന്നുകൂടിയൊക്കെ നോക്കി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. കമ്പ്യൂട്ടർ വഴിയാണ് ഇന്റർമീഡിയറ്റ്, അവിടെ കമ്പ്യൂട്ടർ ആണ്. ഓക്കെ.
ലാസ്റ്റത്തെ ജെ വെട്ടിക്കളഞ്ഞ കേട്ടോ. ടെക്സ്റ്റിൽ ഉണ്ടെങ്കിൽ ജെ വേണ്ട, നമ്മൾ ഓൾറെഡി അത് പറഞ്ഞതാണ്. ജി തന്നെയാണ്, അത് റിപ്പീറ്റ് ചെയ്ത് വന്നോളൂ. ഓക്കെ, എന്നാ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. എളുപ്പമുള്ളതാ ഇതൊക്കെ, പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പോകാം. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.